തേർഡ് ഇയർ പൊളിക്കും. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് തേർഡ് ഇയർ ആണ്. ഞങ്ങൾ സാറിനെ തപ്പിയാണ് പകുതി സഭയും പോയത്. ഹലോ ആൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ ഫസ്റ്റ് ഡേ ഇൻ തേർഡ് ഇയർ MBBS ലൈഫാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു. എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ സെക്കൻഡ് ഇയർ എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഇപ്പം തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഡേ ഇൻ സെക്കൻഡ് ഇയർ MBBS ലൈഫ് ഇട്ടതാണ്. ഇത് ഫസ്റ്റ് ഡേ ഇൻ തേർഡ് ഇയർ MBBS ലൈഫാണ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള വ്ളോഗ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അതുപോലെ തന്നെ നീറ്റ് ആസ്പിറൻസ് തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ NCERT ഹൈലൈറ്റ് എല്ലാം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം, മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എട്ടേ കാലിലാണ് നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാറാണ്. ഇന്ന് 3 പേര് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നമ്മളെ യൂണിറ്റിന് ഇന്നെന്താണ് വാർഡാണ്. ഓക്കെ, അങ്ങനെ ക്ലാസ്സിലെല്ലാവരും എത്തി, പ്രൊജക്ടറൊക്കെ ഓൺ ചെയ്തു, സെമിനാർ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. സെമിനാർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് അടുത്ത ആളിലോട്ട് പോകലല്ല. പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയണം. ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് ഇമ്പോസിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി തരും. ചിലപ്പോൾ വാർഡ് പോയിട്ട് 5 or 6 കേസ് എടുക്കാനൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ പണിഷ്മെൻ്റൊക്കെ കിട്ടാറുണ്ട്. Rajkumar, I have a few questions to you. How is the first day in your third year MBBS life? I'm not answering. Why you are not answering, man? You are from Rajasthan and you are one of the popular man in Rajasthan. Zinan, അവിടെ നിൽക്കേ. എന്താടാ ഇത് ഭയമാണ്. റബിയ, you are your third year, second. What are the changes that you see after passing from second year to third year? ആകെ മൊത്തത്തിലൊരു ഒരു എന്താ പറയാ, ഒരു ചേഞ്ച് ഉണ്ട്. സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയറിലേക്കാണ്. ഒന്നുകൂടി ഫ്രീ ആണ്. സെക്കൻഡ് ഇയർ പോലല്ല. റബീനെ എല്ലാവർക്കും അറിയാം. സർജറി ബ്ലോഗിലൊക്കെ ഹിറ്റ് ആയ ഒരാളാണ് റബി. അതില് ക്ലാസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരാളാണ് റബി. സെക്കൻഡ് ഇയർ വരെ അത്ര ഇതില്ല. തേർഡ് ഇയർ ഒന്നുകൂടി ഫ്രീ ആണ്. പിന്നെ ടോപ്പിക്സ് കുറവാണ്. ആകെ കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക്കും മാത്രമേ ഉള്ളൂ. പഠിക്കാൻ കുറവാണ്. നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. സോ ഗോൾഡൻ പീരീഡ് ആണ്. എൻജോയ് ചെയ്യാം. തേർഡ് ഇയർ പൊളിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഇൻ തേർഡ് ഇയർ. നമ്മളിപ്പോ ഉള്ളത് ഷാഫിന്റെ പണി. വലിയ ഫുട്ബോൾ പ്ലെയർ ആണെന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളെ മെഡിക്കൽ കോളേജിൽ ഇതാ പുതിയൊരു സെറ്റപ്പ് ഇറങ്ങിക്കണേ. ഇത് ഞാൻ ആദ്യമായിട്ടായിട്ട് കാണുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. റബിയ ഏതെടുക്കണു എന്റെ ഇതില്? ഷാഫിയ സാഫ് സാധനം എടുക്കണേ. എന്താ നമ്മളെ സെലിബ്രിറ്റി എത്തിയത്? ഒന്നും പറയല്ല, വളരെയധികം സന്തോഷമാണ്. ഞാൻ കീയണ്ടി. ഞാനിതാ പോകുന്നു. എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് തേർഡ് ഇയർ ആണ്. ഞങ്ങൾ സാറിനെ തപ്പിയാണ് പകുതി സഭയും പോയത്. വീണ്ടും സാറിനെ തപ്പുന്നു. രസാണ്. ഞങ്ങൾ ഒരു 1 hourന്റെ സെമിനാറൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ വാർഡിലെത്തി. വാർഡിൽ പോയിട്ട് കുറച്ച് കേസ് എടുക്കണം. വൺ ഓഫ് ദ ഫാർമക്കോളജി സ്പോട്ടർ IV ഡ്രിപ്പ് സെറ്റ് അല്ലത്. ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നീറ്റ് 2006 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻ പ്രാക്ടീസിംഗ് ആണ്. അതുപോലെ തന്നെ എക്സാം ഇതിലാണ്. ലാസ്റ്റ് വീഡിയോ മെമ്മറി ടാബിനെ കുറിച്ച് പറഞ്ഞതാണ്. അതിൽ ആ വീഡിയോ കുറച്ച് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ ഡീറ്റെയിൽ ഒന്നുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയാം. നീറ്റ് 2015 ഏകദേശം 96%, അതുപോലെ നീറ്റ് 2014 95%, നീറ്റ് 2023 92% ക്വസ്റ്റൻസ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറി ടാപ്പിൽ നിന്ന് വന്നിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പോസിബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി ടാപ്പിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണുള്ളത്. എല്ലാ ടൈപ്പ് ഓഫ് ഏരിയയിൽ നിന്നും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും അവർ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 44K+ ക്വസ്റ്റൻ
ക്വസ്റ്റൻസ് ഇതുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഉണ്ട് എന്നുള്ളതാണ്, ഇൻക്ലൂഡിംഗ് ലൈൻ ബൈ ലൈൻ NCERT, അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ബയോളജിന്റെ ഒരു ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻ ഡെപ്ത് ക്വസ്റ്റൻസ്, അതുപോലെ തന്നെ മോസ്റ്റ് ചലഞ്ചിങ് ക്വസ്റ്റൻസ്, അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ക്വസ്റ്റൻ ചെയ്തു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ക്വസ്റ്റൻസ് എങ്ങനെ റിവൈസ് ചെയ്യും? അപ്പോൾ നിങ്ങൾ അത് നേരെ നിങ്ങൾ പോയിട്ട് റിവൈസ് ഒന്നും വേണ്ട. ഈ ഒരു ആപ്പിനെ നിങ്ങളെ എന്താ പറയുക, ഓരോ ടൈമിൽ നിങ്ങൾ ഏതൊക്കെ ടൈമിലാണ് എങ്ങനെ ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് റിവൈസ് ചെയ്യുന്നത് ഈ ഒരു ആപ്പിനെ നിങ്ങളെ എന്ത് ചെയ്യും അറിയിക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷന്റെ കാര്യങ്ങളും ഈ ആപ്പിനെ നോക്കും. അതിനൊന്നും നമ്മൾ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി വേറെ കാര്യം പറയാനുള്ളത് PYQ മാർക്ക് NCERT ആണ്. ഈ PYQ മാർക്ക് NCERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമലി NCERT റീഡ് ചെയ്യുന്ന പോലെ അങ്ങനെ റീഡ് പോകും. പക്ഷേ ചില ഏരിയയിൽ റെഡ് കളർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിരിക്കും. നിങ്ങൾക്ക് NCERT എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ടെസ്റ്റ് നിർബന്ധമാണ്. മെമ്മോറി ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും കിട്ടും, കസ്റ്റമൈസ്ഡ് ടെസ്റ്റ് കിട്ടും. കസ്റ്റമൈസ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും. സോ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും ഫീച്ചർ ചെയ്ത് പറയുന്ന കാര്യം ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ്. ഈ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബോട്ട് നീറ്റ് ടെസ്റ്റ് സീരീസ് ആണ്. നീറ്റിന്റെ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വാങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഇത് എന്ന് പറയുന്നത്. നീറ്റ് 2005 ഒരുപാട് ക്വസ്റ്റൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് ഇല്ല, പുതിയ ക്വസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ നീറ്റ് 2025 ടഫ് ക്വസ്റ്റൻസ് തന്നെയാണ് വന്നത്. അതുപോലത്തെ ക്വസ്റ്റൻസ് എല്ലാം ഇതിൽ ചോദിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് സീരീസ് മാത്രമാണ് AI ബേസ്ഡ് മിസ്റ്റേക്ക് ബുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പാരന്റ്സും അതുപോലെ സ്റ്റുഡൻസും എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഫുൾ നീറ്റ് 2025 സ്റ്റൈലിൽ ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നവരാത്രി ഗ്രാൻഡ് ഓപ്പണിംഗ് സെയിൽ ഉണ്ട്. അത് 22nd 23rd സെപ്റ്റംബറിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഡിസ്കൗണ്ട്, വളരെ വലിയ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതിന്റെ കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ടോപ്പേഴ്സിന് ഏറ്റവും ഫേവറേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ എലൈറ്റിന്റെ കോമ്പോ ആണ്. അതായത് എലൈറ്റ് പ്ലസ് BTS കോമ്പോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സ്റ്റോർ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്ലാനർ ഇതിന്റെ കൂടെ ഈ ബാച്ചിന് കൂടെ കിട്ടും. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാര്യം കൊടുത്തിട്ടുണ്ട്. കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി 25, നവരാത്രി 20, നവരാത്രി 10 എന്നുള്ള കോഡുകൾക്ക് യൂസ് ചെയ്ത് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്യുക. ഈ ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. സോ ഉഷാറായിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡിലെത്തി. വാർഡിൽ പോയിട്ട് കേസ് എടുക്കണം. അപ്പം നമ്മൾ ഇന്ന് എടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെങ്ക് ടൈ ആണ്. ടെങ്ക് ടൈ നോർമലി കേസ് എടുക്കുമ്പോൾ റഫായിട്ട് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നിന്ന് കേസ് എടുക്കും. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് എഴുതും. അതിനുശേഷം ENTന്റെ OPയിലൊന്ന് പോയി. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. കംപ്രഷൻ ഓഫ് ദി നെർവ്, സയാറ്റിക് നെർവ്, അതുണ്ടായിട്ട് നമുക്കത് ഉണ്ടാവും. സോ നമ്മൾ ഉച്ചയുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമാകുമ്പോൾ അറ്റൻഡൻസിന് വേണ്ടി ചേട്ട ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് കളിച്ചു, പിന്നെ എന്തെങ്കിലും വേണ്ടി ചെയ്തത് അങ്ങനെ ചേട്ട ക്ലാസ്. അങ്ങനെ നമുക്ക് യൂണിറ്റ് അറ്റൻഡൻസ് കിട്ടി. ഇനി നേരെ ഹോസ്റ്റലിലോട്ട് പോകണം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് 2 മണിക്കാണ് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ BSc നഴ്സിംഗിലെ അക്കൗണ്ടിന്റെ അപ്പോൾ നമ്മൾ 3rd ഇയർ MBBSന്റെ ഒരു ഷെഡ്യൂൾ പറയാം. രാവിലെ നമ്മൾ 8 മണിക്ക് ക്ലാസ് തുടങ്ങും. 8 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ 2nd ഇയർ ആയ ടൈമിൽ നമുക്ക് 8 to 9 തിയറിയാണ്. പക്ഷേ 3rd ഇയറിൽ തിയറി സബ്ജക്റ്റ് കുറവായതുകൊണ്ട് കാരണം തന്നെ 8 to 9, അതായത് 8 to 9 തിയറി ആ ടൈമിൽ നമുക്ക് ക്ലിനിക്സ് തന്നെയാണ്. അപ്പോൾ അത് 8 to 12 ക്ലിനിക്സ് ആയിരിക്കും. അപ്പോൾ 8 to 12 ക്ലിനിക്സ് കഴിഞ്ഞിട്ട് 12 to 1 നമുക്ക് ചെറിയൊരു ബ്രേക്ക്. അതിനുശേഷം 1 to 4 തിയറി ക്ലാസ് ആയിരിക്കും. 3rd ഇയർ പൊതുവെ കുറച്ച് സബ്ജക്റ്റ് ഉള്ളൂ. MBBS ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ 3rd ഇയറിലാണ്. ഓക്കെ, പിന്നെ അടുത്ത വർഷം 4th ഇയർ ആണ്. 4th ഇയറിൽ കഷ്ടപ്പാട് തന്നെയാണ്. 1st ഇയർ ആൻഡ് 4th ഇയർ ആണ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഹോസ്റ്റലിലെത്തി. ഇനി 2 മണിക്ക് തിരിച്ചു പോകും. ക്ലാസ് ഉണ്ട്. 2 മണി മുതൽ 4 മണി വരെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളെ കൂടെ കെവിനാണുള്ളത്. കെവിനെ നോക്കാം, ഈ 2nd ഇയർ കഴിഞ്ഞു 3rd ഇയറിലേക്ക് എത്തി. അപ്പോൾ വരാം, 3rd ഇയർ എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റം
മാറ്റാണ് ഫീൽ ചെയ്തത്? തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിനേക്കാൾ ഒന്നും കൂടി റിലാക്സ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ദിവസം തന്നെ വലിയ പ്രഷറില്ലാണ്ട് തന്നെ പോയി. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ആകെ നമുക്ക് 2 സബ്ജക്റ്റ് മെയിനായിട്ട് വരുന്നുള്ളൂ, കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക് മെഡിസിനും. ഇതിന് പകരമായിട്ട് സെക്കൻഡ് ഇയർ നമുക്ക് 3 സബ്ജക്ട്സ് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും വാർഡിൽ പോകുമ്പോൾ തന്നെ. സെക്കൻഡ് ഇയറിൽ ആദ്യമായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഹോസ്പിറ്റലിൽ വാർഡിൽ അവിടെ പോകണം, അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ കുറേ പോയിട്ട് യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. പിന്നെ തേർഡ് ഇയർ ആകുമ്പോൾ MBBS ലൈഫിന്റെ ഒരു റിലാക്സ് പീരീഡ് ആണ്. ഓക്കെ, ഞാൻ വേറെ കാര്യം കേട്ടു. തേർഡ് ഇയറത്തെ പഠിത്തം തുടങ്ങിയോ? ഈ നോർമലി ഈ ക്ലാസ് ഇതാണ്, അതായത് നല്ല പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. എന്തൊക്കെയാണ് തേർഡ് ഇയർ പഠനം സ്റ്റാർട്ട് ചെയ്തോ? തേർഡ് ഇയർത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യില്ല. ഫസ്റ്റ് വീക്ക് നമുക്ക് ഏകദേശം ജസ്റ്റ് ധാരണ കിട്ടാനും പിന്നെ കുറച്ച് എൻജോയ് റിലാക്സ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം ഫ്രൈഡേ ആണ് കഴിഞ്ഞത്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തേർഡ് ഇയർ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് റിലാക്സ് മൂഡിലാണ് ഇപ്പോൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് ഇയർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഇയർ, ഹൗ വാസ് യുവർ സെക്കൻഡ് ഇയർ എക്സാം? സെക്കൻഡ് ഇയർ MBBS. സെക്കൻഡ് ഇയർ MBBS ഫസ്റ്റ് മെജോറിറ്റി നമ്മൾ ക്ലിനിക്സ്. അതല്ല, എക്സാമിനെ കുറിച്ച് ചോദിച്ചു. എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കുറച്ച് ടഫായിരുന്നു. മൈക്രോ പേപ്പറിൽ കുറച്ച് ടഫായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം ഒരു മോഡറേറ്റ് ലെവലായിട്ടാണ് തോന്നിയത്. ഓക്കെ, പാസ്സാവും. പാസ്സാവുമെന്ന് തോന്നുന്നു. നമുക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഡയറ്റിന്റെ ഫോട്ടോ എടുക്കുന്നു അൻസാഫ്. ഇവിടെ ഡയറ്റ് പ്ലാൻ ആണല്ലോ അൻസാഫേ. ഇതിന്റെ മാതിരി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി സെറ്റ് ആവുന്ന ഈ പറയണേ? അപ്പൊ ഗൈസ്, നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇനി നേരെ വേറെ പരിപാടികളൊന്നുമില്ല. 4 മണിയായി ക്ലാസ് കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട് പോവാം.